വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാനൊരു റിഫ്രഷിങ് ഡ്രിങ്കാണ് കാണിക്കുന്നത്. ഡ്രിങ്ക് എന്ന് പറയുമ്പോൾ ജ്യൂസൊന്നുമല്ല, പച്ചവെള്ളം തന്നെയാണ്. അപ്പോൾ പച്ചവെള്ളത്തിൽ കുറച്ച് ഫ്ലേവറും കൂടെ ആഡ് ചെയ്യുന്നു. ഫ്ലേവർ എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലുള്ള ഫ്രൂട്ട്സ് ഇല്ലേ, കുറച്ച് ഫ്രൂട്ട്സ്, പാഷൻ ഫ്രൂട്ട് ആവാം, പൈനാപ്പിൾ ആവാം, എന്താണ് നമ്മുടെ വീട്ടിലുള്ളത് അതുകൂടെ അരിഞ്ഞിട്ട് കുറച്ച് മിൻറ്റ് എന്ന് പറഞ്ഞാൽ പുതിനയോ മല്ലിയിലയോ തുളസിയോ എന്തെങ്കിലും അതിലിട്ട് വെച്ചിട്ട് വെള്ളത്തിലിട്ട് നമുക്ക് കുടിക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ജോലിക്കൊക്കെ പോകുമ്പോഴും കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോഴൊക്കെ വാട്ടർ ബോട്ടിലിൻ്റെ അകത്ത് ഇതെല്ലാം ഇട്ട് കുടിക്കാം. പക്ഷേ ഇത് വെള്ളം തീരുമ്പോൾ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇത് 3 ദിവസം വരെയൊക്കെ ഇത് അതുപോലെ ഇരിക്കും, വെളിയിൽ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. അപ്പം നമുക്കൊന്ന് വീഡിയോ വാച്ച് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 ജഗ് ചൂടുവെള്ളമാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ കുറച്ച് മിൻറ്റുകളാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ പുതിനയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ തൈം എന്ന് പറയും, കാശിത്തുമ്പയാണ് കേട്ടോ. പിന്നെ റോസ്മേരി, അങ്ങനെ 3 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ കാണിക്കുന്നത് ഒരു സിട്രസിൻ്റെ വെള്ളമാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഓറഞ്ചും ലെമനും തൈമുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തൈം എന്ന് പറയുന്നത് കാശിത്തുമ്പയാണ് കേട്ടോ. പലതരം ഉണ്ട്, അതിൽ ഒരു ഇനമാണിത്. ഇതും ഒരു ലെമണിൻ്റെ ഒരു ടേസ്റ്റാണ്, മണമൊക്കെയാണ് ആ കാശിത്തുമ്പയ്ക്ക്. അപ്പോൾ ലെമണിൻ്റെ 2-3 കഷ്ണം മതി കേട്ടോ, ഒരുപാട് വേണ്ട. 2-3 കഷ്ണം നമുക്ക് അരിഞ്ഞിട്ട് അതിൻ്റെ അരി എടുത്ത് കളയാൻ നോക്കണം കേട്ടോ. അരിയോടെ ഇടേണ്ട കാര്യം, പിന്നെ കുടിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങകത്ത് പോവും. അതുകൊണ്ട് അരിയെല്ലാം കളഞ്ഞിട്ട് അതിലേക്ക് ഇടുക. അപ്പോൾ ജോലിക്ക് പോകുന്നവരാണെങ്കിലും കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊണ്ടുപോകാനൊക്കെ ആണെങ്കിൽ ഇത് കണക്ക് നമുക്ക് നേരത്തെ ചെയ്ത് വെച്ചിരിക്കാം കേട്ടോ. പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് അവർക്ക് എടുത്തുകൊണ്ട് പോകാവുന്നതേ ഉള്ളൂ. പിന്നെ പച്ചവെള്ളം വേണമെന്നുള്ളവർക്ക് അത് ഒഴിക്കാം. പക്ഷേ ഇപ്പം ഈ കോവിഡ് സമയത്ത് കഴിയുന്നതും ചൂടുവെള്ളം കുടിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ചൂടുവെള്ളം ഒഴിക്കാൻ. പിന്നെ വേണമെങ്കിൽ നാരങ്ങയുടെ 2-3 ഡ്രോപ്സ് കൂടെ അതിൽ ഒഴിച്ച് കൊടുക്കാം. അതേപോലെ തന്നെ ഓറഞ്ചിൻ്റെ 2-3 ഡ്രോപ്സും കൂടെ ഒഴിക്കാം. അപ്പം പെട്ടെന്ന് ആ വെള്ളത്തിന് ആ ഒരു ഫ്ലേവർ വരും. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് ഒഴിച്ചിട്ട് നമ്മൾ വെള്ളവും കൂടെ ഒഴിക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഇപ്പം ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അപ്പോൾ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നതാണ് കേട്ടോ. ഒന്നുമില്ല, ചെറിയൊരു വീഡിയോ ആണ്, പെട്ടെന്ന് ഈസിയാണ് കേട്ടോ, ഒന്നുമില്ല ചെയ്യാൻ. പക്ഷേ നിങ്ങൾക്ക് കാണിക്കുന്നതാണ്. ഇപ്പോൾ ഒരേ തരം ഫ്രൂട്ട്സ് തന്നെ എന്നും ഇടുമ്പോഴത്തേക്ക് ഒരു മടുപ്പ് വരും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്, സെപ്പറേറ്റായിട്ട് കാണിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് പിന്നെ കുറേ നേരം ഇരിക്കുമ്പോൾ നമ്മൾ കുടിക്കുന്ന സമയമാകുമ്പോൾ ഇതിൻ്റെ എസൻസ് എല്ലാം ഇങ്ങനെ ഇറങ്ങും കേട്ടോ. അതുകൊണ്ടാണ് ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ പറയുന്നത്. അപ്പോൾ ഇത് കണക്ക് നമുക്ക് ഒന്ന് അടച്ചിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കുടിക്കാം. അപ്പോൾ വെള്ളം തീരുമ്പോൾ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം അകത്ത് കുടിക്കുന്നതും അറിയില്ല, ഇഷ്ടംപോലെ വെള്ളം പോവും അകത്ത്. അപ്പോൾ രണ്ടാമതായി ഞാൻ കാണിക്കുന്നത് നമ്മുടെ ക്യുക്കമ്പറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാനൊരു ലൈമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് മിൻറ്റാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ പുതിനയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ 3 കൂടെ വെച്ച് ഞാൻ വേറൊരു വെള്ളത്തിൻ്റെ ഇതും കാണിച്ചു തരാം. അപ്പോൾ ഈ ക്യുക്കമ്പറും ഈ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ ഇതേപോലെ അരിഞ്ഞ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെതെല്ലാം എസൻസ് ഇറങ്ങും കേട്ടോ. അപ്പോൾ വൈറ്റമിൻ സിയും ബിയും എല്ലാം കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ ഇതും 2-3 കഷ്ണം മതി. 2-3 കഷ്ണം ഇത് കണക്ക് വെട്ടിയിട്ടിട്ട് അതേപോലെ നമ്മുടെ നാരങ്ങയും കൂടെ 2-3 കഷ്ണം ഇതേപോലെ വെട്ടിയിടാം. എല്ലാം ഒന്നുമില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് എന്ത് വീഡിയോ എന്ന് വിചാരിക്കും. പക്ഷേ പിന്നെ ഒരു കാര്യം പറയാം, ഇത് ജ്യൂസൊന്നുമല്ല, വെള്ളം കുടിക്കാൻ പ്രയാസമുള്ളവർക്ക് ഇങ്ങനെ കുടിക്കാനാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ ഇതിൽ ഇങ്ങനെ കഴിക്കാൻ ഇപ്പം കോവിഡ് സമയത്ത് എല്ലാവരും പറയുന്നത്, എല്ലാ ഡോക്ടേഴ്സും പറയുന്നത് ഒരുപാട് വെള്ളം കുടിക്കാനാണ്, ചൂടുവെള്ളം. അതിൽ ഇങ്ങനെ ഇഞ്ചിയും നാരങ്ങയും എല്ലാം ഓറഞ്ച് എല്ലാം കൂടെ ചേർത്തൊക്കെ കുടിക്കാനാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ വലിയ ജ്യൂസൊന്നും പറഞ്ഞ് ആരും കുടിക്കാൻ നിൽക്കേണ്ട, അതിൻ്റെ ടേസ്റ്റൊന്നും കിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ പഞ്ചസാരയോ ഉപ്പോ ഒന്നും ചേർക്കുന്നില്ലല്ലോ, അതാണ്. അപ്പോൾ ഇത് രണ്ടാമത് ഞാൻ ഒന്ന് കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 4 തരം കാണിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാം കേട്ടോ. ഇത് കണക്ക് ചെയ്തിട്ട് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷേക്ക് ചെയ്ത് ആ വെള്ളം കുടിക്കാം. അപ്പം നമുക്ക് വെള്ളം കുടിക്കാനും തോന്നും കേട്ടോ. അപ്പോൾ 3ാമത് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പോമഗ്രാനേറ്റാണ്, നമ്മുടെ മാതളം. പിന്നെ ഒരു ആപ്പിളും എടുത്ത്, പിന്നെ റോസ്മേരിയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നാട്ടിലൊക്കെ ഈ റോസ്മേരിയുടെ മിൻറ്റുണ്ട്, അതും ഒരു നല്ലൊരു മണമായ ഇലയ്ക്ക്. അപ്പം ഈ മിൻറ്റുകളില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഷമിക്കേണ്ട, നിങ്ങളുടെ വീട്ടിലുള്ള മിൻറ്റ് എടുത്താൽ മതി. പുതിനയോ മല്ലിയിലയോ തുളസിയോ ഇതൊക്കെ മതി കേട്ടോ. അപ്പോൾ ഇല്ലാത്തൊന്നും
ഉണ്ടാക്കാൻ നോക്കണ്ട, അപ്പോൾ ഉള്ളത് വെച്ച് ചെയ്യാം. അപ്പോൾ ഇതൊരു ആപ്പിൾ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അത്, പിന്നെ അതല്ലെങ്കിൽ പൈനാപ്പിൾ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം. മാങ്ങയുടെ തൊലി കളയാതെ ചെയ്യാം. പിന്നെ പാഷൻ ഫ്രൂട്ട് ഉണ്ട്, ഡ്രാഗൺ ഫ്രൂട്ട്, ഇതെല്ലാം അരിഞ്ഞിട്ട് ഇതേ കണക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് കുടിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നമ്മുടെ മാതളമാണ്, അതിൻ്റെ 2-3 ഇതിലേക്ക് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മാതളത്തിൻ്റെ ജ്യൂസും കൂടെ ഞാൻ ഒരിച്ചിരി ജ്യൂസ് വെള്ളം ഒഴിച്ചിട്ട് ജ്യൂസ് പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഒഴിച്ച് കൊടുക്കുന്നത്, കാരണം ആ വെള്ളത്തിനൊരു ഫ്ലേവർ കിട്ടാനും ഒരു ചെറിയൊരു ടേസ്റ്റ് വരാനും ഒക്കെയാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതിലും ഇങ്ങനെ ചെയ്തിട്ട് ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ മിൻറ്റും കൂടെ ഇട്ട് കൊടുക്കണം. മിൻറ്റ്, റോസ്മേരിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു 3 തരം മിൻറ്റ് കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് വീണ്ടും ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് കുറേ നേരം ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും എസൻസ് ഇറങ്ങും. അത് അപ്പം നമുക്ക് കുടിക്കാനും ഒരിഷ്ടം തോന്നും. നല്ലൊരു ഓറഞ്ചിൻ്റെ ഒക്കെ ഒരു മണം വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതും ഇങ്ങനെ നമുക്ക് ഷേക്ക് ചെയ്തിട്ട്, അപ്പോൾ വെള്ളം തീരുമ്പോൾ ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ കൊണ്ട് നടന്ന് കുടിക്കാം. അപ്പോൾ ഒരുപാട് വെള്ളം കുടിക്കണമെന്നാണ് പറയുന്നത് ഈ സമയത്ത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 3 തരം ഞാൻ കാണിച്ചിട്ടുണ്ട് കണ്ടോ. ഇനി ഞാൻ ഒന്നുകൂടെ കാണിക്കുന്നുണ്ട്. അത് ഇതെല്ലാം കൂടെ വെച്ചുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ കാണിച്ചതിൻ്റെ എല്ലാം കൂടെ ഇട്ട് ഉള്ള വേറെ ഒരു ഇത് കണക്കുള്ള ഒരു റിഫ്രഷിങ് വാട്ടറാണ് കാണിക്കുന്നത്. ഇതിപ്പോൾ സമ്മറിൽ വേണമെങ്കിലും നമുക്ക് കുടിക്കാം, വിൻ്ററിലും കുടിക്കാം, എപ്പോൾ വേണമെങ്കിലും ഇതേ കണക്ക് കുടിക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലി കളയാതെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു നെക്ടറിൻ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ് എടുത്തത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇഞ്ചിയാണ്. അത് 2-3 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി നീരൊഴിക്കാം കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഒഴിക്കാം. അപ്പോൾ മാങ്ങ ചെറിയ മാങ്ങയാണ്, അത് പഴുത്ത മാങ്ങ ഞാൻ തൊലിയോടുകൂടി തന്നെ നന്നായിട്ട് കഴുകി കട്ട് ചെയ്തതാണ്. പിന്നെ നെക്ടറിൻ ഇട്ടു, അത് എനിക്ക് ഇഞ്ചി ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഇഞ്ചി വേണമെങ്കിൽ ഒന്ന് ഇടിച്ചിടാം. അപ്പോൾ ഇഞ്ചിയുടെ ആ ഒരു എസൻസും ഇറങ്ങും കേട്ടോ. എന്നിട്ട് അതിലേക്കും ഞാൻ നേരത്തെ ഇട്ടാൽ തന്നെ 2 ലെമൺ ഇതേ കണക്ക്. അപ്പം നിങ്ങൾ ഇപ്പോൾ എങ്ങോട്ടും ജോലിക്കൊന്നും പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേ കണക്കൊരു ജഗ്ഗിൽ ഉണ്ടാക്കി വെക്കാം കേട്ടോ. ഇതെല്ലാം നേരത്തെ ഇട്ട സാധനങ്ങൾ തന്നെയാണ് ഞാൻ ഇട്ടത്. ആപ്പിൾ, ക്യുക്കമ്പർ, നമ്മുടെ മാതളം, ഇതെല്ലാം കൂടെ ഇട്ടിട്ടുള്ള ഒരു മിക്സാണ് ഞാൻ കാണിക്കുന്നത് അടുത്തത്. അപ്പോൾ ഇതേ കണക്ക് നിങ്ങൾക്ക് ഒരു ജഗ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ കൂജ ഇല്ലേ, മൺകൂജ ഉണ്ടെങ്കിൽ അങ്ങനെ അതിലിടാം. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വന്ന് കുടിക്കാം കേട്ടോ. ഇത് വെളിയിൽ തന്നെ വെച്ചാൽ മതി, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇതൊരു 3 ദിവസം 4 ദിവസമൊക്കെ ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ വെള്ളം തീരുമ്പോൾ വീണ്ടും ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഒരു ചെറിയൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ വെള്ളം കുടിക്കാത്തവരാണെങ്കിൽ വെള്ളം കുടിച്ച് പോകും. വലിയ ടേസ്റ്റൊന്നും അല്ല, എന്നാലും കുറച്ച് ഇതിൻ്റെയൊക്കെ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങും കേട്ടോ. പിന്നെ നമ്മുടെ ശരീരത്തിന് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കും കൂടിയാണ്. അപ്പോൾ ഇവിടെ മിക്കവാറും എല്ലാവരും ഇങ്ങനെ കൊണ്ടുപോയി കുടിക്കാറുണ്ട്, ജോലിക്ക് പോകുന്നവരെല്ലാം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. അൻറ്റിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.